إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായിട്ടിരിക്കുന്ന പിരിസത്തിരെ വിശ്വാസിനികളായിട്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും റബ്ബുൽ ആലമീനായിട്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ല പോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ട്. അതേ അവസ്ഥയിലായി മരിക്കുന്ന സന്ദർഭത്തിൽ ഈ ലോകത്തോട് വിട ചൊല്ലുകയോ ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണുണ്ടോ, പ്രാർത്ഥിക്കണുണ്ടോ, എല്ലാവരോടും എന്നോടും ആദ്യമായി ഉണർത്തരെ ഉത്ബോധിപ്പിക്കരുത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാൻ മാസത്തിന് മുന്നോടിയായിട്ടിക്കര ശഅബാൻ മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. ഈ മാസം ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പരിഗണനീയമാകേണ്ടതായിട്ടിക്കര ഒരു മാസമായിട്ടിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ പ്രത്യേകമായി പരിഗണിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഈ മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം
നോമ്പ് നോറ്റത് നമുക്ക് ഹദീസിൽ സ്ഥിരപ്പെട്ടതായി കാണാൻ സാധിക്കും. റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നീട് സുന്നത്തായ നോമ്പുകൾ ചെമ്മയായി ഏറ്റവും അധികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റത് ഈ ശഅബാൻ മാസത്തിലായിട്ടുണ്ട്. അതുള്ള കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത്, ജനങ്ങൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു മാസമായി ശഅബാൻ ഇട്ട് ചൊല്ലുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു മുസ്ലിമായ ആണുകോ പെണ്ണുകോ ഉണ്ടാകുക പാടുള്ളതല്ല. കാരണം ഈ ശഅബാൻ കഴിഞ്ഞാൽ പിന്നെ വരൾക പോവുന്നത് പുണ്യത്തിന്റെ പൂക്കാലമായിട്ടിക്കരെ അനുഗ്രഹീതമായ റമദാൻ മാസമാണ്. ആ റമദാൻ മാസത്തെ വരവേൽക്കുന്നതിനു വേണ്ടി, സ്വീകരിക്കുന്നതിനു വേണ്ടി നാം ഈ മാസത്തിൽ അതുള്ള തയ്യാറെടുപ്പ് നാം നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ നടത്തുമ്പോൾ നമുക്ക് റമദാൻ ചെമ്മെ ഭാരമുള്ളതായി, ഘനമുള്ളതായി ഒരിക്കലും തോന്നുകയില്ല. അപ്പൊ ആ നിലക്ക് ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്ന് വെച്ചുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിൽ ചെമ്മയായി നോമ്പ് എടുത്തിരുന്നത്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമായിട്ടിരിക്കും. ഓരോ ദിവസവും അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും അമലുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്, ആഴ്ചകളിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു വർഷത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന മാസം ഈ ശഅബാൻ മാസമായിട്ടിരിക്കും. ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബു വൽ അമലുസ് സ്വാലിഹു യർഫഉ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫാത്തിറിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തരുത്, അല്ലെങ്കിൽ ഇങ്ങനെ കയറി പോകരുത്, പരിശുദ്ധമായതായിട്ടിക്കര വചനമായിട്ടിക്കരുത്. പരിശുദ്ധമല്ലാത്തത് അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുകയില്ല. വൽ അമലുസ് സ്വാലിഹു യർഫഉ. സ്വാലിഹായ അമലുകളായിട്ടിക്കർ ഇങ്ങനെ മേലയിലേക്ക് എത്തി, മേലയിലേക്ക് ഇങ്ങനെ എത്തരുത്, മേലയിലേക്ക് ഇങ്ങനെ കയറി പോകരുത്. സ്വാലിഹായ അമലായിട്ടിക്കർ പരിശുദ്ധ ഖുർആന്റെ വാക്യമാണ്, സൂറത്തുൽ ഫാത്തിറിന്റെ 10ാമത്തെ വചനമാണ്. അപ്പൊ സ്വാലിഹായ അമലായിട്ടിക്കർ അല്ലാഹുവിന്റെ അടുക്കലേക്ക് വയറുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് സ്വാലിഹായ അമൽ? സ്വാലിഹായ അമൽ, ഒരു അമൽ സ്വാലിഹാകണമെങ്കിൽ അവിടെ 2 നിബന്ധനകൾ ആവശ്യമാണ്, 2 ഷർത്തുകൾ ഉണ്ടാകണം. ഒന്ന്, നാം ചെയ്യുന്ന അമലുകളിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, ആത്മാർത്ഥത, നിഷ്കളങ്കമായിരിക്കണം. രണ്ടാമത്തത് മുതാബഅത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പോൾ മാത്രമാണ്, ഈ 2 ഷർത്തുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അമലുകൾ സ്വാലിഹായി തീരുന്നത്. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കണം, ഈ മാസവുമായി ബന്ധപ്പെട്ടിട്ട് ശഅബാനിൽ ആദ്യം മുതൽ ഒരു നോമ്പ് നോൽക്കാതെ ശഅബാൻ 15 എത്തുമ്പോ ശഅബാൻ 15 2 അതിന്റെ ഒരു ദിവസത്തെ രാത്രി അതൊരു പ്രത്യേകമായ പ്രാധാന്യം കൽപ്പിക്കരുത് നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുതാബഅത്തിന് എതിരാണ്. ഇത് നാം നല്ലപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശഅബാൻ 15 രാത്രിക്ക് ഒരു പ്രത്യേകമായ പുണ്യം കൽപ്പിക്കുക എന്നത് അത് ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട പുതിയ ആചാരമായിട്ടിക്കറ്, ബിദ്അത്തായിട്ടിക്കറ്. ആ ബിദ്അത്ത് എന്ന് ചൊല്ലുന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതൊരു തിന്മ, സാധാരണ തിന്മ പോലത്തെ ഒരു തിന്മ മാത്രമല്ല, മറ്റേത് തിന്മകളെക്കാളുമെല്ലാം അധികം ഗൗരവമായി ഇസ്ലാം പഠിപ്പിച്ച കാര്യമായിട്ട് ബിദ്അത്ത് ചൊല്ലരുത്. അത് ഗൗരവമുള്ള കാര്യമാണ്.
കാരണം എന്താണ് ഈ ബിദ്അത്തിനെ ഇത്ര ഗൗരവമായി ഇസ്ലാം കാണുന്നത്? കാരണം ശിർക്ക് പോലെ തന്നെ ഗൗരവമായ ഒരു കാര്യമായി ബിദ്അത്തിനെ ഇസ്ലാം കാണുന്നതിനുള്ള കാരണം എന്താണ്? പല കാരണങ്ങളുമുണ്ട്. പ്രധാനമായും ഒന്നാമതായി ഒരു ബിദ്അത്ത് ചെയ്യരുതായിരിക്കുന്ന മനുഷ്യൻ ആ ബിദ്അത്ത് അവൻ ചെയ്യരുത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നതിന് വേണ്ടിയായിരിക്കരുത്, അള്ളാഹുവിന്റെ മുട്ടെത്തുന്നതിന് വേണ്ടിയായിരിക്കരുത് ബിദ്അത്തുകൾ ചെയ്യരുത്. എന്നാൽ സംഭവിക്കരുതെന്ത്? അള്ളാഹുലേക്ക് മുട്ടമെത്തുമോ? ഇല്ല. ഒരു ബിദ്അത്തിലൂടെ ഒരു മനുഷ്യൻ അള്ളാഹുവിൽ നിന്നിട്ട് ദൂരെയാവുകയാണ് ചെയ്യരുത്. ബിദ്അത്തിലൂടെ അള്ളാഹുവിൽ നിന്നിട്ട് അകന്നകന്ന് പോവുകയാണ് ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രഗൽഭനായ ഒരു പണ്ഡിതൻ അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് ചൊല്ലുന്നു, മസ്ദാദ സാഹിബു ബിദ്അ ഇജ്തിഹാദൻ ഇല്ല സ്ദാദ മിനല്ലാഹി ബുഅദാ. ഒരു ബിദ്അത്തിന്റെ ആൾ, ഒരു ബിദ്അത്ത് ചെയ്യറവൻ എത്രമാത്രം അവൻ കഠിനമായി അധ്വാനം ചെയ്യരാനോ, എത്രമാത്രം അവൻ കഠിനമായി പരിശ്രമിക്കാനോ അമൽ ചെയ്യുന്ന കാര്യത്തിൽ ഇല്ലസ്ദാദ മിനല്ലാഹി ബുഅദാ, അവൻ അല്ലാഹുവിൽ നിന്നിട്ട് ദൂരെയായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ബിദ്അത്തിലൂടെ ഒരിക്കലും അല്ലാഹുവിന്റെ അടുക്കലേക്ക് അവൻ എത്തുക പോകുന്നില്ല. അപ്പൊ ബിദ്അത്ത് ചൊല്ലുന്നത് അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ളതല്ല, മുട്ടയാകുവാനുള്ളതല്ല, പിന്നെയോ അകലുവാനുള്ളതാണ് എന്ന് നമുക്ക് പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖവാരിജിയാക്കൾ എന്ന് പറയുന്ന ബിദ്ഈ സമൂഹത്തെ കുറിച്ച് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി തന്നെ നമുക്ക് ചൊന്നു തന്നത്. ഖവാരിജിയാക്കളുണ്ട് ചെന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിൽ ഇനി പിന്നീട് റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ചില ആളുകൾ വരാനുണ്ട്. അവരെ സംബന്ധിച്ച്, ആ ബിദ്ഈ സമൂഹത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ മുൻകൂട്ടി തന്നെ നമുക്ക് വാണിംഗ് തന്നത്, എച്ചരിക്ക തന്നത്. എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖവാരിജിയാക്കളെ സംബന്ധിച്ച് ചെന്നത്? യംറുഖൂന മിനദ്ദീനി കമാ യംറുഖുസ് സഹ്മു മിനർ റമിയാ. എന്തേ ഖവാരിജിയാക്കളുണ്ട് ചൊല്ലുക, ബിദ്ഈ സമൂഹത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു, യംറുഖൂന മിനദ്ദീൻ, അങ്ങോ അല്ലാഹുവിന്റെ ദീനിൽ നിന്നിട്ട് തെറിച്ചു പോകും. അള്ളാന്റെ ദീനിൽ അവരുണ്ടാവൂല. മുസ്ലിമുകൾപ്പെട്ട വിഭാഗമാണ് അവർ. അള്ളാന്റെ ദീനിൽ നിന്നിട്ട് അവർ തെറിച്ചു പോകും. ഏതുപോലെ? കമാ യംറുഖുസ് സഹ്മു മിനർ റമിയാ. അമ്പ് ഉണ്ട് ചിലരെ സാധനം, അത് വേട്ടമൃഗത്തിലേക്ക് നാം അമ്പ് എറിയുമ്പോ ആ വേട്ടമൃഗത്തെ അതിങ്ങനെ തുളച്ചു പോകുന്നത് പോലെ അമ്പ് ഉണ്ട് ചൊന്നെങ്കിൽ വില്ലുപാണ, കന്നഡത്തിൽ വില്ലുപാണാണ് ചൊല്ലിട്ട്, പഴയ കാലത്തെ ഒരു ആയുധ ഉപകരണമാണ്. അതിങ്ങനെ എറിയുമ്പോ അത് ഈ വേട്ടമൃഗത്തെ തുളച്ചു പോകുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ അലങ്കാരികമായിട്ട് ചെന്ന ഒരു പഴക്കമാണ്. ഇന്നോ ഈ ഖവാരിജിയാക്കളുടെ ചൊല്ലുന്ന ഈ വിഭാഗം അള്ളാന്റെ ദീനിൽ നിന്ന് അങ്ങ് തെറിച്ചു പോകാൻ. എന്നാൽ അവരുടെ അവസ്ഥ എന്താണ്? അങ്ങ് ചെമ്മയായി നിസ്കരിക്കുന്ന വിഭാഗമായിരിക്കും, അങ്ങ് ചെമ്മയായി നോമ്പ് നോൽക്കുന്ന വിഭാഗമായിരിക്കും, അങ്ങ് ചെമ്മയായി ധാരാളം അമലുകൾ ചെയ്യുന്നവരായിരിക്കും എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ അമലുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വിളക്കമുണ്ട്, തഹ്കിറൂന സലാത്തകും മഅ സലാത്തിഹിം. സഹാബ, നിങ്ങളെ നിസ്കാരമുണ്ടല്ലേ, അങ്ങനെ നിസ്കാരവുമായി ഒന്ന് താരതമ്യം ചെയ്യുമ്പോ, കമ്പയർ ചെയ്യുമ്പോ നിങ്ങളെ നിസ്കാരം ഒന്നുമല്ല, അത്രക്കും ചെമ്മയായി അങ്ങ് നിസ്കരിക്കും. നിങ്ങൾ നോക്കൊരു നോമ്പുണ്ടല്ലേ, അങ്ങനെ നോമ്പുമായിട്ട് ഇങ്ങനെ തട്ടിച്ചു നോക്കുമ്പോ നിങ്ങൾ നോമ്പ് ഒന്നുമല്ല, അത്ര വലിയ നോമ്പുകൾ അവർ നോക്കും.
നിങ്ങളുടെ അമലുകൾ അവരുടെ അമലുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോ അവരുടെ അമലുകൾ എത്രയോ ചെമ്മയായിട്ടിരിക്കും. ഖുർആൻ നല്ലോണം അങ്ങ് പാരായണം ചെയ്യും. അങ്ങ് ഖുർആൻ ഓതും, പക്ഷേ ആ ഖുർആൻ അങ്ങളെ തൊണ്ടക്കുയിലെ അപ്പുറത്തൂല, ഇവിടെ മേയ്ക്കും, ഇവിടുന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഹൃദയത്തിലേക്ക് ആ ഖുർആൻ എത്തൂല. ഇത്തരത്തിലുള്ള അമലുകൾ ചെയ്തവരെ പറ്റിയാണ് അല്ലാഹുവിന്റെ റസൂൽ ചെന്നത്, അവർ ദീനിൽ നിന്നിട്ട് തെറിച്ചു പോകുമെന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. എന്തേ അങ്ങ് ചെയ്യുന്നതായി തിക്കര ആ നിസ്കാരം, അങ്ങ് നോൽക്കൊരു നോമ്പ് അമലുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്താബഅത്തില്ല, അതുമായി ഒരു ബന്ധമില്ല. അപ്പൊ ഒരു മനുഷ്യനിൽ എത്ര കണ്ട് ബിദ്അത്തുകൾ അധികരിക്കുന്നുവോ അത്ര കണ്ട് അയാൾ അല്ലാഹുവിൽ നിന്നിട്ട് അകന്നിരിക്കും. എന്ന് മാത്രമല്ല, ചില ബിദ്അത്തുകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അമലുകളെ എല്ലാം നശിപ്പിച്ചു കളയാൻ പര്യാപ്തമാകും. ചില ബിദ്അത്തുകൾ അങ്ങനെയുമുണ്ട്. ചില ബിദ്അത്തുകൾ എന്ന് പറയുന്നത് ആ അമലിനെ മാത്രം നശിപ്പിച്ചു കളയും. ചില ആളുമാരൊക്കെ നല്ല കാര്യമല്ലേ, അത് നല്ലതല്ലേ, ഇത് നല്ലതല്ലേ, എന്തൊക്കെ വിദേഹത്തിന് നിങ്ങൾ പേടിപ്പാറ്റുന്നത് എന്നൊക്കെ ചില ആളുകളൊക്കെ ചോദിക്കും. അങ്ങനെ വിദേഹത്ത് നിങ്ങൾ ചൊല്ലുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിങ്ങൾ ഇപ്പൊ കാറിൽ ഓടിക്കില്ലേ, നിങ്ങൾ മൈക്ക് ഉപയോഗിക്കുന്നില്ലേ, നിങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് കോൺക്രീറ്റ് എല്ലാം ഇട്ട് നിങ്ങൾ നന്നാക്കുന്നില്ലേ, ഇതൊക്കെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള മുടന്തൻ ചോദ്യങ്ങളൊക്കെ ചില ആളുമാർ ചോദിക്കും. ചങ്ങായി, അത് ദുന്യാവിലെ കാര്യമാണ്, അത് ഭൗതികമായ കാര്യമാണ്. ഭൗതികമായ കാര്യങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടാകരുത്. ദീനിന്റെ കാര്യങ്ങളിലാണ്, ദീനിൽ പുതുതായി കരുത്തി കൂട്ടപ്പെടുന്ന കാര്യങ്ങളാണ് വിദ്യാർത്ഥി ചൊല്ലുന്നത്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഈ ബിദ്ഈ കക്ഷികൾക്കെതിരിൽ ശക്തമായ നിലക്ക് പോരാട്ടം നടത്തിയവരായിരുന്നു. ഖവാരിജിയാക്കൾ, ഷിയാക്കൾ, ഖദരിയാക്കൾ എന്ന് പറയുന്ന ഈ വിഭാഗത്തിനെതിരിൽ ശക്തമായ നിലക്ക് പോരാട്ടം നടത്തി. അങ്ങനെ ദീനിൽ എന്തെങ്കിലും പുതുതായി ചേർക്കപ്പെടുന്നതിനെതിരെ നബിയുടെ സഹാബത്ത് ശക്തമായ നിലക്ക് പോരാട്ടം നടത്തിയവരായിരുന്നു. അതിനുള്ള ഒരു തെളിവാണ് നാം ഇവിടെ കാണുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു പള്ളിയിൽ ഇങ്ങനെ കയറി. പള്ളിയിൽ ഇങ്ങനെ കയറിയപ്പോൾ കുറച്ച് ആളുകൾ ദിക്റിന്റെ ഹൽക്ക നടത്തുകയാണ്. ഇണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ദിക്ർ ഹൽക്ക ചെമ്മയുണ്ടല്ലേ. ഓരോരുത്തരും ഓരോ പള്ളിയിലും ഓരോ ഉസ്താദ് എത്തിയാൽ അയാൾ ഓരോരോ ദിക്റുകളും ഹൽക്കകളും ഇങ്ങനെ പുതുതായിക്കൊണ്ടിരിക്കും. അങ്ങനെ ദിക്റിന്റെ ഹൽക്കയുണ്ടാക്കി ഒരു പള്ളിയിൽ കുറെ ആളുകളുണ്ട്, ഗോത്രത്തിലെ പോലെ നേതാക്കന്മാരുണ്ട്. ഈ നേതാക്കന്മാരെല്ലാം എന്ത് ചെയ്യരുത്, പള്ളിയിൽ ഇരുന്നിട്ട് ഞങ്ങളെ കയ്യിൽ ഈ ചെരൽക്കല്ലുകളുണ്ട്, പെബിൾസ്, അതായത് ചെറിയ ചെറിയ കല്ലുകളുണ്ട് ഞങ്ങളെ കയ്യിൽ. എന്നിട്ട് ഈ നേതാക്കന്മാർ അവരുടെ അനുയായികളെ ചൊല്ലൂറു ഹല്ലിലൂ മിആ, ഹല്ലിലൂ നിങ്ങൾ തഹ്ലീൽ ചൊല്ലൂറു, 100 വട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂറു. അങ്ങനെ ചൊല്ലുമ്പോ അനുയായികൾ എന്താക്കാറ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുറാറ്. അങ്ങനെ കയ്യിൽ കല്ലുണ്ട്, ആ കല്ലെടുത്തിട്ട് ചെറിയ ചെറിയ കല്ല് ബലത്തെ കയ്യിൽ ഇങ്ങനെ അടുത്ത കയ്യിലേക്ക് ഇട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ 100 വട്ട. അതായത് സുബ്ഹാനല്ലാഹ് 100 വട്ട ചൊല്ലൂ, പിന്നെ സുബ്ഹാനല്ലാഹ് 100 വട്ട. നോക്കൂ, നല്ല കാര്യമല്ലേ സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല കാര്യമല്ലേ? ആരെല്ലാം പറയോ? ഇല്ലല്ലോ. കബ്ബിറു ലാ ഇലാഹ കബ്ബിറു മിആ, അല്ലാഹു അക്ബർ 100 വട്ട ചൊല്ലൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഈ അനുയായികളോട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹും സുബ്ഹാനല്ലാഹും അതേപോലെ അല്ലാഹു അക്ബർ ചൊല്ലിപ്പിക്കുന്നു. അവിടെയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെമ്മപ്പെട്ട ഖിദ്മത്ത് ചെയ്ത ഖാദിമു റസൂലുള്ളാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ ഡീപ്പായിട്ടിക്കരെ ആഴമായ നോളജുള്ള 10 സഹാബിമാരുണ്ടായിരുന്നു. 10 സഹാബിമാരിൽ ഒരാളായിട്ട് താര് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു.
ഈ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ആ സമയത്ത് വയസ്സാണ്, അയാൾക്ക് പ്രായം ചെന്നിട്ടുണ്ട്, വൃദ്ധനാണ്. കയ്യിലൊരു ബെത്ത, ഒരു വടി ഇങ്ങനെ ഊന്നിട്ടാൽ ഇങ്ങനെ പോകൂ. അയാൾ പോകുമ്പത്താണ്ടല്ല കാണരുത്. എന്തിനാക്കിയിട്ട് ഈ കാലഘട്ടത്തിലേക്ക് നിങ്ങൊന്ന് നോക്കൂ. ഈ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഇടയിൽ വിദ്യാർത്ഥികൾ, പള്ളികൾ പ്രചരിപ്പിക്കുന്ന സമസ്തക്കാർ, ആ പള്ളിയിലെ ഉസ്താദന്മാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ഉസ്താദെ, ഞങ്ങളൊന്ന് പള്ളിയിൽ വെച്ചിട്ട് ഒരു 100 വട്ടം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, വേണ്ട അവർ ദിക്ർ അൽക്കനമ ഉണ്ടാകട്ടെ എന്ന് ചോദിച്ചാൽ ഉസ്താദന്മാർ എന്ത് ചൊല്ലും? എന്ത് ആയിക്കോളൂ, പ്രശ്നമല്ല, നല്ലതല്ലേ എന്നല്ലേ അവർ മറുപടി പറയുക. നല്ലതല്ലേ എന്നായിരിക്കും അവർ മറുപടി പറയുന്നത്. എന്നാൽ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, വൃദ്ധനായ ആ സഹാബി, അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് ദീന് പഠിച്ച, ഖുർആനും സുന്നത്തും പഠിച്ച ആ സഹാബി, അവരവിടുന്ന് വടിയിൽ ഓടിക്കുകയാണ്. അവരവിടുന്ന് ഓടിച്ചു. എന്നിട്ട് ഓടിച്ചിട്ട് അവിടുന്ന് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ ദലാലത്തിന്, വഴികേടിന് വാതിലുകൾ, കവാടങ്ങൾ നിങ്ങൾ തുറക്കുകയാണോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിയ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ മില്ലത്തിനേക്കാളും വലിയ പോരിശയുള്ള ഒരു മില്ലത്താണോ നിങ്ങൾ? ഇത് ചോദിച്ചപ്പോ ഇണ്ടത്തെ ആളുമാർ, വിദഈ കക്ഷികൾ മറുപടി കൊടുക്കുന്നത് പോലത്തെ മറുപടിയാണ് അവർ കൊടുത്തത്. എന്താണ്? യാ അബാ അബ്ദുല്ലാഹ് മാ അറദ്നാ ഇല്ലൽ ഖൈർ, മാ അറദ്നാ ഇല്ലൽ ഖൈർ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, ഞങ്ങൾ ഖൈറല്ലേക്ക് അയച്ചത്, ഖൈറായ കാര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് അല്ലാഹുവിനെ സ്മരിക്കലല്ലേ, ദിക്റല്ലേ, നല്ലതല്ലേ, ഖൈറല്ലേ എന്നാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദിനോട് അവർ ചെന്ന മറുപടി, ഞങ്ങൾ നന്മ ഉദ്ദേശിച്ചും കൊണ്ടാണ് ചെയ്തത്, തിന്മ ഉദ്ദേശിച്ചും കൊണ്ടല്ല. അത് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുക്കര മറുപടി എന്തിരെ? ഫകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു, ഫകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു. എത്ര ഖൈർ ഉദ്ദേശിക്കുന്ന ആളുമാർ, എത്ര നന്മ ഉദ്ദേശിക്കുന്ന ആളുമാർ, അവർ ഉദ്ദേശിക്കുന്ന നന്മ അവർക്ക് കിട്ടുന്നില്ല, അത് കിട്ടവർക്ക് പോകുന്നില്ല എന്നായിട്ടിക്കറ്. എന്തേ അതിന്റെ കാരണം എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ദിക്ർ പഠിപ്പാട്ടത് കൊണ്ടാണ്. പഠിപ്പാട്ടിയിട്ടില്ല. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ പരിചയമുള്ള ഒരു അധ്യായമായിട്ട് സൂറത്തുൽ മുൽക്ക് അല്ലേ? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. പരിശുദ്ധ ഖുർആനാണ്. എന്തിനെ? അല്ലാഹു തആല ചൊല്ലുന്നു, മുൽക്ക് എന്നുവെച്ചെങ്കിൽ ആധിപത്യം എന്നാണ്, ബാദ്ശാഹി. ഈ പ്രപഞ്ചത്തിന്റെ ബാദ്ശാഹി ആധിപത്യം ഏതൊരാളുടെ കയ്യിലായിട്ടിക്കറോ അവൻ അനുഗ്രഹപൂർണനാണ്. അവൻ ഹയാത്തും മൗത്തും ജീവനും മരണവും എല്ലാം തന്നെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അമല് ആര് ചെയ്യുന്നത് പരീക്ഷിക്കുന്നത് വേണ്ടിയായിട്ടിക്കറ്. ഇവിടെ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ചൊല്ലുന്ന പഴക്കമുള്ള നല്ലവണ്ണം ശ്രദ്ധേയമായ പഴക്ക. ആര്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ്. ഇബ്നു കസീർ ചെന്നെങ്കിൽ 701 ജനിച്ച് 774 മരിച്ച പ്രഗത്ഭനായ ഖുർആൻ വ്യാഖ്യാതാവാണ്, മുഫസ്സിറാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ്. തഫ്സീർ ഇബ്നു കസീർ ഫേമസ് ആണ്. തഫ്സീറുൽ ഖുർആൻ അൽ അലീം എന്ന ആ തഫ്സീർ വളരെ പ്രസിദ്ധമാണ്. കാരണം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച് അതിനെ പ്രചരിപ്പിച്ച, നിരന്തരമായി അതിനെ പ്രചരിപ്പിച്ചതിന് വേണ്ടി എല്ലാ ത്യാഗങ്ങളും ചെയ്യിച്ച മഹാനായ ഒരു ഖുർആൻ വ്യാഖ്യാതാവാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ്. അങ്ങനെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടെ ചൊല്ലൊരു പഴക്കമുണ്ട്. എന്ത് അല്ലാഹു തആല അഹ്സനു അമലാൻ അല്ലാഹു തആല ചൊല്ലുന്നു. എന്റെ അക്സറു അമലാൻ അല്ലാഹു തആല ചൊല്ലില്ല. വലം ലിയബ്ലുവകും അയ്യുകും അഹ്സനു വലം യഖുൽ അക്സറു അമലാ വലം യഖുൽ അക്സറു അമലാ. അക്സറു അമലാൻ എന്ന് ചൊല്ലില്ലല്ലേ? നിങ്ങളിൽ ചെമ്മ കസീർ അക്സറായിട്ട് ചെമ്മ ഇബാദത്ത് എടുക്കുന്ന അമൽ ചെയ്യലല്ല. ആരെയും പരീക്ഷിക്കുന്നത് വേണ്ടിയാണ് ഹയാത്തിനെയും മൗത്തിനെയും പഠിച്ചത് ചൊല്ലാൻട്ട് അഹ്സനു അമലാൻ ചൊന്നത് എന്തിനു വേണ്ടി? ആര് കേൾക്കരുത്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടെ കേൾക്കരുത്. എന്നിട്ട് അദ്ദേഹം ചൊല്ലൂറു, അതെ
വലാ യകൂനുൽ അമലു ഹസനാ. ഒരു അമല് ഹസനാകണമെങ്കിൽ, ഒരു അമല് നന്നാകണമെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ അവിടെ രണ്ട് ഷർത്തുണ്ട്. അയാൾ ചൊല്ലുന്നു, ഒന്ന് ഖാലിസൻ ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലാക്ക് നിഷ്കളങ്കമായിരിക്കണം. ഇഖ്ലാസ്, അവിടെ ഒരു പേരോ പെരുമയോ പ്രശസ്തിയോ ഉണ്ടാകണം. ഒന്ന്. രണ്ടാമത്തത് അലാ ശരീഅത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീഅത്ത് അനുസരിച്ച് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇത് രണ്ട് ഷർത്തില്ലാണ്ടായാൽ, ഈ രണ്ട് ഷർത്തിൽ ഏതെങ്കിലും ഒന്നില്ലാണ്ടായാൽ അമല് ബാത്തിലായി പോയി. അതുകൊണ്ടാണ് ബറാത്ത് രാത്രിന്റെ ചൊല്ലൊരു പ്രത്യേകം, ആ രാത്രിക്ക് ഒരു പുണ്യം ഇല്ല. ബറാത്ത് രാത്രിയുടെ ഒരു പുണ്യം ആ രാത്രിക്കില്ല. എന്തേ അങ്ങനെ പുണ്യം കൽപ്പിക്കുന്ന ആളുമാർ അത് എന്താണ് പുണ്യം കൽപ്പിക്കുന്നതിനുള്ള കാരണം കൂടിയുണ്ടോ? പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടായിട്ടിക്കറ്. ഹമീമുൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഇതാണ് സൂറത്തുൽ ദുഖാനിലെ ആയത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ബർക്കത്താക്കപ്പെട്ട രാത്രിയിൽ. ആ ബർക്കത്താക്കപ്പെട്ട രാത്രിയായിട്ട് ശബ്ദേ ബറാഅത്ത് എടുത്തുണ്ടോ. ഇങ്ങനെ ഒരു തപ്പു കൽപ്പന, ഇങ്ങനെ ചില ഒറ്റപ്പെട്ട ഏതോ ഒരു താമീ പണ്ഡിതൻ അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടില്ല എന്നല്ല. അതിന് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞത് അബദ്ധമാണ്, അത് അസംബന്ധമാണ്, അത് അസത്യമാണ്, വാസ്തവമാണ്, തപ്പുകൽപ്പനയാണ് അങ്ങനെയുള്ള വ്യാഖ്യാനം. കാരണം എന്ത്? ഖുർആനിന്റെ ഖണ്ഡിതമായ അഭിപ്രായത്തിന് എതിരാണ്. ഖുർആന്റെ ഖണ്ഡിതമായ അഭിപ്രായം എന്തിന്? ഖുർആൻ അവതരിപ്പിച്ചത് എപ്പോഴും ഖുർആൻ ചൊല്ലുന്നത് റമദാൻ മാസത്തിലാണ്, ഖദറിന്റെ രാത്രിയിലാണ്. അപ്പൊ പിന്നെ എങ്ങനെ ശഅബാൻ 15 വന്നു? അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ ആ വ്യാഖ്യാനം അത് അസംബന്ധമാണ്. അപ്പൊ ഖദറിന്റെ രാത്രിയാണ് എന്ന് വരെ ഈ 15ാമത്തെ രാത്രി വിശ്വസിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ ഖുർആനിലോ സുന്നത്തിലോ പൂർവികരായ ആധികാരിക ഗ്രന്ഥങ്ങളിലോ ഒന്നും കാണാൻ സാധ്യമല്ല ശഅബാൻ 15ാം രാത്രിക്ക് പ്രത്യേകതയുള്ളതായിട്ട്. ദർസിൽ പഠിക്കുന്ന ഫത്ഹുൽ മുഈനിന്റെ കിതാബിൽ കാണാം. ഫത്ഹുൽ മുഈനിന്റെ കിതാബിൽ ഇതൊക്കെ പറയുന്നുണ്ട്. ഇവിടെയല്ലേ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഫതാവയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ശഅബാൻ 15 പ്രത്യേക നോമ്പില്ല. അയ്യാമുൽ ബീദിന്റെ നോമ്പിൽ പെടുത്തിയിട്ട് നോക്കാം 13, 14, 15 എന്നല്ലാതെ ശഅബാൻ 15 ഒരു പ്രത്യേക നോമ്പില്ല. ഇതൊക്കെ ശാഫി മദ്ഹബിൽ തന്നെ ചൊല്ലുന്ന കാര്യമാണ്. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബർക്കത്തെടുക്കുക, ബർക്കത്തെടുക്കുക, ബർക്കത്താക്കപ്പെട്ട രാത്രി. എന്താണ് ഇങ്ങനെ ഒരു ബർക്കത്ത്? അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്തുകോ ഒരു സ്ഥലത്തുകോ ഏതെങ്കിലും ഒരു വസ്തുവുക്ക് അങ്ങനെ ഒരു ബർക്കത്തുണ്ടോ? ഒരിക്കലുമില്ല. ബർക്കത്തുണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദം വേണം. അള്ളാഹുവിനെ അനുവദിച്ചെങ്കിൽ മാത്രമാണ് ബർക്കത്ത്. ഇപ്പൊ റമദാൻ മാസം അത് ബർക്കത്താക്കപ്പെട്ട മാസമാണ്. ഞങ്ങൾ ആ ബർക്കത്തെടുക്കുന്നുണ്ട്, ഇല്ലേ? ബർക്കത്തെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ ബർക്കത്തെടുക്കുന്നത്? റമദാനിൽ നാം നോമ്പ് നോൽക്കുന്നു, 5 നേരം നിസ്കാരത്തിൽ നാം പള്ളിയിലേക്ക് എത്തുന്നു, രാത്രിയിൽ ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്നു. റമദാന്റെ അവസാനത്തെ 10 ഖദറിന്റെ രാത്രി നാം പ്രതീക്ഷിക്കുന്നു. ബർക്കത്താണ്, അല്ലേ? ആ ബർക്കത്ത് നാം എടുക്കുന്നൊരു കാരണം അള്ളാഹു അനുവദിച്ചതാണ്. അനുവദിക്കാതെ ബർക്കത്തോ അതൊരിക്കലും പാടുള്ളതല്ല. അങ്ങനെ ഒരു ബർക്കത്തില്ല. ഉദാഹരണമായി നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതീർണമായ സ്ഥലമാണല്ലോ. ആദ്യമായി ഖുർആൻ അവതീർണമായത് എവിടെയാണ്? ഹിറായിലാണ് അല്ലെ? ഹിറാ ഗുഹയിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഉ ബിസ്മി തുടങ്ങുന്ന വഹയിന്റെ ആദ്യ പ്രാരംഭം ഉണ്ടാകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കി, എപ്പോഴെങ്കിലും നിങ്ങൾ ചരിത്രത്തിൽ ഒന്ന് പരിശോധിച്ചു നോക്കൂ, എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹിറായിലേക്ക് വേറെ എപ്പോഴെങ്കിലും പോയതായിട്ട് എവിടെയെങ്കിലും ചരിത്രത്തിൽ കാണാൻ സാധിക്കുമോ? എപ്പോഴെങ്കിലും ആ ഹിറായിൽ പോയി ബർക്കത്തെടുത്തിട്ട് കാണാൻ സാധിക്കുമോ? ഇല്ല, ഇല്ല. എന്തേ? അള്ളാഹു അങ്ങനെ പഠിപ്പാട്ടിയിട്ടില്ല റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും സഹാബത്ത് എത്രയോ പ്രാവശ്യം മക്കയിലേക്ക് വരുമ്പോ ഒന്ന് ഹിറായിലേക്ക് പോകാം, അവിടെ വെച്ചിട്ട് ഖുർആൻ ഓതാം, അവിടെ ഒന്ന് ബർക്കത്തെടുക്കാം എന്ന് പറഞ്ഞ് സഹാബത്ത് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. ചരിത്രത്തിൽ നമുക്ക് കാണുന്നത് സാധ്യമല്ല. ഇനി ഹിജ്റ പോയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2-3 നാൾ ഒളിച്ചിരുന്ന സ്ഥലമാണല്ലോ ഗാറു സൗർ. എപ്പോഴെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ ഗാറു സൗർ ബർക്കത്തെടുക്കുന്നതിന് വേണ്ടി വന്നതായി കാണാൻ സാധിക്കുമോ?
ഇല്ല, അങ്ങനെ ഒന്നില്ല. അല്ലാഹു തആല അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശഅബാൻ 15 അതൊരു പ്രത്യേകമായ ബർക്കത്തുള്ള രാത്രി. അന്നത്തെ രാത്രി ബർക്കത്തെടുക്കണം, ഇബാദത്ത് എടുക്കണം ചൊല്ലുന്നത് അത് ഇസ്ലാമിൽ പുതിയ നവീനമായ ആചാരമായിട്ടിക്കറ. അതിൽ നിന്നിട്ട് അത്തരത്തിലുള്ള ബിദ്അത്തുകളിൽ നിന്നിട്ട്, ആ ബിദ്അത്തുകൾ സമൂഹത്തിൽ നിന്നിട്ട് ഇല്ലായ്മ ചെയ്യാൻ, നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി നാം നിരന്തരമായി പരിശ്രമിക്കണം. കാരണം ബിദ്അത്തുകളിലൂടെ ഉണ്ടാകുന്നത് എന്താണ്? അല്ലാഹുവിൽ നിന്നുള്ള അകൽച്ചയാണ്, അല്ലാഹുവിന്റെ ലഅനത്താണ്. ഇത് നാം നല്ല പോലെ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ബിദ്അത്തുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിയ സുന്നത്ത് അത് മുറുകെ പിടിച്ച് ആ സുന്നത്തിൽ അടിയുറച്ചു നിൽക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. ما بعد، فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാർ, ശഅബാൻ മാസവുമായി നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കി. അതിനോടനുബന്ധിച്ച് ബറാഅത്ത് രാത്രി എന്ന് നമ്മുടെ ഇടയിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന, മനസ്സിലാക്കുന്ന പ്രത്യേകമായ രാത്രിക്ക് പുണ്യം നൽകുന്ന ഈ ഏർപ്പാടുകൾ അത് അല്ലാഹുവിൻ്റെ ദീനിൽ കടത്തിക്കൂട്ടിയതായിരിക്കരെ ഒരു നൂതനമായ നവീനമായ ഒരു ആചാരമാണ്, ബിദ്അത്താണ്. ബിദ്അത്തുകൾ, അതിൻ്റെ അപകടങ്ങൾ അതും നാം മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നിങ്ങൾ നോക്കൂ. മറ്റൊരു ഹദീസ്, മൻ أحدث حدثا أو آغى محدثا فعليه لعنة الله والملائكة والناس أجمعين. من أحدث حدثا, ആരെങ്കിലും ഒരു പുതിയ ഒരു ആചാരം അല്ലാഹുവിന്റെ ദീനിൽ ഉണ്ടാക്കിയാൽ, ഒരു ആചാരം, പുതിയ ഒരു ആചാരം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻ ആചാരത്തിന് അവൻ എന്തെങ്കിലും അഭയം നൽകി, എന്തെങ്കിലും പിന്തുണ നൽകി, എന്തെങ്കിലും പ്രോത്സാഹനം നൽകി. എന്നിട്ട് നമുക്ക് അങ്ങനെ കാണാം, എന്തെങ്കിലും പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാകും. എന്നിട്ട് അതിന്റെ പേരിൽ ഒരുപാട് തിന്നുന്ന ഏർപ്പാടുകൾ ഉണ്ടാകും. എന്നിട്ട് അതിനെ വലിയ ഉഷാറാക്കി, അത് ജോറാക്കണം, പണ്ട വർഷം നമുക്ക് ഇതിനേക്കാളും ഉഷാറാക്കണം എന്ന് പറഞ്ഞ് നന്റെ ഒരു 10 കിലോ ഇറച്ചി, ആട്ടിലിറച്ചി, നന്റെ ഒരു 10 കിലോ അരി, ഗന്ധസാരയുടെ അരി, നന്റെ ഒരു 10 കിലോ ഈത്തപ്പള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതൊക്കെ സപ്പോർട്ട് ചെയ്യരെ, അതൊക്കെ പിന്തുണ ചെയ്യരെ, പ്രോത്സാഹനം കൊടുക്കുക ആളുമാരെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആരെങ്കിലും പുതിയ ദീനിൽ ഉണ്ടാക്കപ്പെടുന്ന ഈ പുത്തൻ ആചാരത്തിന് ആരെങ്കിലും സൗകര്യം ചെയ്തു കൊടുത്താൽ, ആരെങ്കിലും അത് സപ്പോർട്ട് ചെയ്താൽ, അപ്പൊ മതത്തിൽ പുത്തൻ ആചാരം കൊണ്ടുവന്നവനും ആ പുത്തൻ ആചാരങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള സപ്പോർട്ടുകൾ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകും. ഗൗരവമുള്ള കാര്യമാണ്, ചെറിയ കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ബിദ്അത്ത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യമാണ്. കാരണം ഇസ്ലാം പിന്നെ ഇവിടെ ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ്, ഹക്ക് എന്താണ്, ബാത്തിൽ എന്താണ്, സുന്നത്ത് എന്താണ്, ബിദ്അത്ത് എന്താണെന്ന് ജനങ്ങൾക്ക് ഇങ്ങനെ വേർതിരിച്ച് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ കൗമുള്ളത്. നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്?
സുന്നത്ത് എന്താണ് ബിദ്അത്ത് എന്താണ് അവർക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഹക്കും ബാത്തിലും തിരിയുന്നില്ല. ശിർക്കും തൗഹീദും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തി. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ബിദ്അത്തിന് ആരെങ്കിലും പുത്തനാചാരം ഉണ്ടാക്കുകയോ അതിന് സപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ അവനക്ക് അല്ലാഹുവിന്റെ ശാപമാണ്. തീർന്നില്ല, വൽ മലായിക, മലക്കുകൾക്കുള്ള ശാപം, വന്നാസി അജ്മഈൻ, എല്ലാ മനുഷ്യരുടെയും ശാപം അവനുണ്ടാവും. അതുകൊണ്ടാണ് ഇത്തരം മാത്രം ചില ആളുകളൊക്കെ ചോദിക്കും, ഒരു നോമ്പല്ലപ്പ, എന്തപ്പ ഇതിൽ തകരാറുള്ളത്? നല്ലല്ലേ? അല്ല പ്രിയമുള്ളവരെ, വിദേഹത്തിലൂടെ ഒരുപാട് നഷ്ടമാണ് ഉണ്ടാകുന്നത്. അത് നാം മനസ്സിലാക്കണം. ഇസ്ലാമിൽ ഒരുപാട് അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ വിദേഹത്ത് ചെയ്യുന്നവർക്കൊക്കെ റസൂലുള്ളാഹിന്റെ എത്രയോ സുന്നത്തുകളുണ്ട്, അതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. വിദേഹത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് അവർക്ക് പ്രോത്സാഹനമുള്ളത്. അപ്പൊ അതുകൊണ്ട് വിദ്അത്തിന്റെ കാര്യം ഗൗരവമുള്ള കാര്യമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം ശഅബാൻ 15 രാത്രി അത് ഒരു പ്രത്യേകമായ പുണ്യം കൽപ്പിക്കുക എന്നത് ഒരിക്കലും ഇസ്ലാമിലില്ല. മറ്റു ശഅബാനിന്റെ ദിവസങ്ങൾ പോലെ, മറ്റു ശഅബാനിന്റെ രാത്രിയെ പോലെ ഒരു രാത്രി മാത്രമാണ് ശഅബാൻ 15 രാത്രി എന്നും നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായ നിലക്ക് മനസ്സിലാക്കണോ, അതിനെ പിൻപറ്റണോ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ബാത്തിലായ കാര്യം ബാത്തിലായ നിലക്ക് മനസ്സിലാക്കി അതിനെ കൈവെടിയണോ, അതിനെ വർജിക്കണോ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും ഈ ഉമ്മത്തുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് റമദാനെല്ലാം റമദാൻ അടുത്ത് വരുമ്പോൾ പ്രത്യേകിച്ചും പള്ളിയെല്ലാം തന്നെ ഒന്ന് അലങ്കരിക്കണം. പള്ളിയെ അലങ്കരിക്കുക എന്നതൊരു ഇബാദത്തിന്റെ ഭാഗം തന്നെയാണ്. അല്ലാഹുവിന്റെ ഭവനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പള്ളിയുടെ ഒരുപാട് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. റമദാനൊക്കെ മിഠായി കൊണ്ടുവന്ന് 10-15 ദിവസം മാത്രമാണ് ഇരിക്കരുത്, പെയിന്റ് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് 40-50,000 ఖర్చుള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് മനസ്സറിഞ്ഞ് ഓരോ ആണും പെണ്ണും ഉദാരമായ നിലക്ക് ഈ പള്ളിയുടെ ഈ അറ്റകുറ്റപ്പണികൾ, പെയിന്റ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണം. പ്രത്യേകമായി എല്ലാവരെയും ഉണർത്തുന്നു, ഉദാരമായ നിലക്ക് നിങ്ങളുടെ കയ്യിലുള്ള സംഭാവന ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്ന ആ സംഭാവന, ആ സദഖ, അതിന് പൂർണ്ണമായ നിലക്കുള്ള പ്രതിഫലം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കും ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ദ്വാരക്കണക്ക് വേണ്ടി നമ്മെ ഏൽപ്പിച്ചിട്ട് ഒരുപാട് ആളുകൾ ജയിലിൽ ബന്ധിതരായി കഴിയുന്നു, മോചനമില്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അല്ലാഹു തആല അവർ ജയിലിൽ നിന്നിട്ട് മോചിപ്പിക്കുമാറാകട്ടെ. അതേപോലെ രോഗികളായ കുറെ ആളുകൾ പ്രത്യേകമായ നിലയ്ക്ക് എന്നോട് ആവശ്യപ്പെട്ട് ദ്വാരക്കാൻ വേണ്ടി, അവരുടെ അബ്ബ ഉമ്മമാർ വല്ലാത്ത രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, ഒരുപാട് നീറുന്ന, ഒരുപാട് സങ്കഷ്ടങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുമാരുള്ള അവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, പെഞ്ഞായിമാർക്ക് വേണ്ടി, പെഞ്ഞായിയുടെ അബ്ബമ്മമാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ, ചെറുതും വലുതുമായ രോഗങ്ങൾ, അവരുടെ ദുരിതങ്ങൾ, അവരുടെ എല്ലാ സമസ്യകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പരിഹരിച്ചു കൊടുത്തുകൊണ്ട് ജീവിതത്തിലുടനീളം അവർക്ക് അല്ലാഹു സന്തോഷവും ശാന്തിയും സമാധാനവും നിമ്മതിയും ഐശ്വര്യവും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുവീർത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മനസ്സും ശരീരവും റമദാനിന് വേണ്ടി പാകപ്പെടുവാനും അതേപോലെ തന്നെ റമദാനിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകൾ ഇബാദത്തുകളിലൂടെയും മറ്റുമെല്ലാം തന്നെ നടത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.